Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. Okay. It has been found that Election Commission of India, നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. The end of emergency led to decline of the Election Commission of India. Second, in the 1990s, the commission faced regulatory activism. The assertiveness of Election Commission was largely due to an alert media and strong opposition. Even the Chief Election Commissioner, T.N. Seshan, contributed to protecting the sanctity of democratic elections. Choose the most appropriate answer from the given below. Okay. 1990s ഒരുപാട് റെഗുലേറ്ററി അല്ലെങ്കിൽ നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. സോ ഓപ്ഷൻ ബി ശരിയാണ്. മീഡിയ ഓപ്ഷൻ സി എന്ന് വെച്ചാൽ മീഡിയയും സ്ട്രോങ് ഓപ്പോസിഷനും കാരണം ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റി, അല്ലെങ്കിൽ അവരുടെ കൂടി പ്രഷർ കാരണം ഇലക്ഷൻ കമ്മീഷൻ ഒരു ഫെയർ രീതിയിൽ കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് മൂന്നാമത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ T.N. Seshan കോൺട്രിബ്യൂട്ടഡ് ടു പ്രൊട്ടക്ടിങ് ദ സാങ്ക്ടിറ്റി ഓഫ് ഡെമോക്രാറ്റിക് ഇലക്ഷൻ. ഒബ്വിയസ്ലി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പക്ഷെ ഇതിനകത്ത് യോജ്യമില്ലാത്ത വെച്ചാൽ എൻഡ് ഓഫ് എമർജൻസി ലെഡ് ടു ഡിക്ലൈൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. എമർജൻസി പീരീഡിന്റെ എൻഡായി എന്ന് കരുതിയിട്ട് ഒരിക്കലും അത് ഇലക്ഷൻ കമ്മീഷന്റെ ഡിക്ലൈന് സംഭവിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ BCD ആൻസർ ഓപ്ഷൻ 2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, പിന്നെയും സ്റ്റേറ്റ്മെന്റ്. Given below are two statements. Statement 1, during the first wave of democracy, 1828 to 1926, nearly 30 countries, including Germany, established democratic institution. Okay, statement 2, the first wave of democracy was partially reversed, that is reverse wave, between 1922 to 1942 in Germany and Italy. സോ നമുക്ക് പഠിക്കാണ്ട് ഫസ്റ്റ് വേവ്, പിന്നെ റിവേഴ്സ് വേവ്, സെക്കൻഡ് വേവ് ഓഫ് ഡെമോക്രസി. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ്. ഡ്യൂറിങ് ദ ഫസ്റ്റ് വേവ് 30ഓളം രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്ക, വെസ്റ്റേൺ യൂറോപ്പ്, അങ്ങനെ ഒരുപാട് ഇവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഫസ്റ്റ് വേവ് ഓഫ് ഡെമോക്രസിയിൽ പാർട്ടായിരുന്നു. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, ഫസ്റ്റ് വേവ് ഓഫ് ഡെമോക്രസി പാർഷ്യലി റിവേഴ്സ് എന്ന് വെച്ചാൽ ഈ വന്ന ഡെമോക്രസി പിന്നെയും ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ പല ഇതിലേക്ക് പോയിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ജർമ്മനി നാസികളുടെ അടുത്തേക്ക് പോയി ഒരു 1930s സമയത്ത്. അതേപോലെ തന്നെ ഇറ്റലിയും മുസോളിനിന്റെ ഭരണത്തിലേക്ക് പോയിരുന്നു. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്? സോ ഓപ്ഷൻ എ, ദ ഗവർണർ ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. ഓപ്ഷൻ ബി, ദ മിനിമം ഏജ് ഓഫ് ഗെറ്റിംഗ് അപ്പോയിന്റഡ് ആസ് എ ഗവർണർ ഈസ് 30 years. Option C, the president conducts the oath of the governor. Okay, the governor has the power to grant pardons and to suspend, remit or commute sentences in certain cases. Okay, the 7th Constitutional Amendment Act mandates both the state to share the emoluments and allowance of the governor in case of same person is appointed as a governor of 2 states. സോ നമുക്ക് ചോദ്യം ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രസിഡന്റ് ഭരണ സമയത്ത്, പ്രസിഡന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ എടുത്തു കളയുന്ന സമയത്ത് ഗവർണറാണ്
ഭരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ നോക്കുന്നുള്ള. സോ ഗവർണറിനെയാണ് അത് ശരി തന്നെ ഉത്തരമാണ്. പിന്നെ സെക്കൻഡ് എന്താണ്, ഗവർണറുടെ മിനിമം ഏജ് ക്രൈറ്റീരിയ 30 അല്ല, ഗവർണറുടെ മിനിമം ഏജ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 35 വയസ്സാണ്. സോ ഓപ്ഷൻ 2 സോറി ബി തെറ്റാണ്. ദ പ്രസിഡന്റ് കണ്ടക്ട്സ് ഓത്ത് ഓഫ് ദി ഗവർണർ ആണോ? പ്രസിഡന്റ് എല്ലാ സംസ്ഥാനത്തും വന്ന് ഗവർണർമാരെ സത്യപ്രതിജ്ഞ പറഞ്ഞു കൊടുക്കാറാണോ പതിവ്? അല്ല, ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസുമാരാണ് ഗവർണർക്ക് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവും ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പിന്നെ ഉള്ളത് ബിയും സിയും തെറ്റായിപ്പോയി. നോക്കി നോക്കാം. ഗവർണർ ഹാസ് ദ പവർ. ഓക്കെ, ഗവർണറിന് ചില കാര്യങ്ങൾക്ക് പാർഡൺ കൊടുക്കാനും സസ്പെൻഡ് ചെയ്യാനും ഇങ്ങനെയുള്ള സർട്ടൻ കേസസിന്റെ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഐ തിങ്ക് ആർട്ടിക്കിൾ 162 ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ വെയിറ്റ് ഒന്ന് നോക്കട്ടെ. ആർട്ടിക്കിൾ 162 161 എങ്ങനെയാണ്. എന്തായാലും ശരിയായ ഉത്തരം തന്നെയാണ്. ഇനി അടുത്ത് ഈ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഗവർണർ 2 സംസ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് സ്റ്റേറ്റിന് രണ്ട് സ്റ്റേറ്റിനും ഗവർണർക്ക് അലവൻസ് കൊടുക്കാനുള്ള അലവൻസ് കൊടുക്കണം, അലവൻസിന് ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞു. അതും ശരി തന്നെയാണ്. സോ എ DE ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, ദ ടേം ഓഫ് ലോക്സഭ വാസ് എക്സ്റ്റെൻഡഡ് ടു 6 years ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് അമെൻമെന്റ്? കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും. കൂടുതലും അല്ലെങ്കിൽ 42nd അമെൻമെന്റ് അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 1976 പാസ്സാക്കിയ അമെൻമെന്റിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആ ഒരു ലോജിക്കോടെ നമുക്ക് ഇത് ഉത്തരം പറയാൻ പറ്റില്ല, പക്ഷേ ആൻസർ 42nd അമെൻമെന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ബാക്കിയുള്ള അമെൻമെന്റ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 41st അമെൻമെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ചേഞ്ച് ഏജ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫ്രം 60 to 62 years. അതാണ് 41st അമെൻമെന്റ്. ചെറിയ അമെൻമെന്റ് ആണ്. 42nd ഞാൻ പറഞ്ഞു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വേറൊരു കാര്യം കൂടിയുണ്ട്, സോവറിൻ റിപ്പബ്ലിക്, നമ്മുടെ പ്രിയാമ്പിളിൽ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാറ്റി എഴുതിയതും ഈ 42nd അമെൻമെന്റിൽ തന്നെയാണ്. ഇനി 43rd അമെൻമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, അത് ജനതാ ഗവൺമെന്റിന്റെ സമയത്തായിരുന്നു. 42nd അമെൻമെന്റ് ചെറിയ കുറച്ച് പ്രശ്നങ്ങളെ നള്ളിഫൈ ചെയ്യുക അല്ലെങ്കിൽ ശരിയാക്കാൻ വേണ്ടി 43rd. 44th ഏത് ഇയർ ആണ്? 44th 1978 44th അമെൻമെന്റും അതും 42nd അമെൻമെന്റ് ചെറിയ മാറ്റങ്ങൾ അപാകതകൾ മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് 44th അമെൻമെന്റും മാറ്റിയിരിക്കുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ അമെൻമെന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചത് 42nd അമെൻമെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് 42nd അമെൻമെന്റിനെ കുറിച്ച് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, തോമസ് ഹോബ്സ് ഡിഫൈൻ സോവറിറ്റി ആസ്. ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഹോബ്സിന്റെയും വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. സോ ഓപ്ഷൻസ് നോക്കിയോ. ദ പവർ ഓഫ് ദ പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ദ കിങ്. സെക്കൻഡ്, ദ റൈറ്റ് ഓഫ് ദ സിറ്റിസൺസ് ടു എലക്ട് ഗവൺമെന്റ്സ്. തേർഡ്, ദ മൊണോപോളി ഓഫ് coercive power of singular ruler. Fourth, the duty of ruler to serve people. സോ ഓപ്ഷൻ 1 2 4 ഈ 4 കാര്യങ്ങളും ഒരു ഡെമോക്രാറ്റിക് ഇതാണ്. നമ്മുടെ തോമസ് ഹോബ്സിന്റെ പറഞ്ഞിരിക്കുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ എല്ലാവരും വന്ന് അവിടെ ഒരു ഡെമോക്രാറ്റിനെ കുറിച്ച് പറയുന്നില്ല, മൊണോപോളി തന്നെയാണ് പറഞ്ഞത്. മൊണോപോളി ഓഫ് കോവേഴ്സീവ് പവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത് നോക്കി നോക്കാം. ഓക്കെ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. പിന്നെയും സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, പ്ലേറ്റോ സ്റ്റേറ്റഡ് ദാറ്റ് state comes into existence originating in the bare needs of the life and continuing in the existence for the sake of good life. Okay. Statement 2, Machiavelli in The Prince considered that the power which has the authority over men is the state.
ഓക്കെ, ഇൻ ദ ലൈറ്റ് ഓഫ് എബോവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഓക്കെ, ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹ്യൂമൻ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഗുഡ് ലൈഫിനെ കുറിച്ചും അത് സ്റ്റേറ്റിനെ കണക്ട് ആക്കി പറഞ്ഞിരിക്കുന്നു. സോ നമുക്ക് ഇപ്പം വായിച്ചിരിക്കുന്ന പറഞ്ഞ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ അങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് മനസ്സിലാവും പ്ലേറ്റോനെക്കാളും കൂടുതൽ അനുയോജ്യമായി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് വെച്ചാൽ. ഈ സ്റ്റേറ്റ്മെന്റ് 2 നോക്കി നോക്കാം. മാക്കിവലി ഇൻ ദ പ്രിൻസ് കൺസിഡർ പവർ ഓഫ് വിച്ച്. ഓക്കെ, സ്റ്റേറ്റിന്റെ അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് പവറിനെ അതോറിറ്റി ഓവർ മെൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്കിവലി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രിൻസ് എന്ന ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരി അല്ല, സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് വെച്ചാൽ പക്ഷെ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 4 സ്റ്റേറ്റ്മെന്റ് 4 തന്നെയാണ്. ഓക്കെ, യാ അതെ അതെ, ഓപ്ഷൻ 4 തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. അത് തന്നെയാണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ആക്ട് ഓഫ് പബ്ലിക് പോളിസി? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അതായത് ജുഡീഷ്യറി, അഡ്മിനിസ്ട്രേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഇവരൊക്കെ പബ്ലിക് പോളിസി ഡയറക്റ്റ് ആക്കുന്നു. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്നില്ല. അവർ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്ത ഒരു ഗവൺമെന്റ് അങ്ങനെയാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരിക്കലും വരുന്നില്ല. സോ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ആക്ടർ ഓഫ് പബ്ലിക് പോളിസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ അക്കോർഡിംഗ് ദ ഇയർ ഓഫ് ജോയിനിങ് ദ യൂറോപ്യൻ കൗൺസിൽ ഓർ യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, യൂറോപ്യൻ കൗൺസിലിൽ ജോയിൻ ചെയ്ത വർഷം അനുസരിച്ചിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സ്പെയിൻ 1986, ഗ്രീസാണ് 1981, ആൻഡ് ക്രൊയേഷ്യ 2013 ആൻഡ് ബൾഗേറിയ 2007. സോ ഓപ്ഷൻ BADC ആണ് ഈ കറക്റ്റ് ആൻസർ. ആൻഡ് ഇവിടെ ഇല്ല. സോ പിന്നെയും ഇവിടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ തന്നിരിക്കുന്ന ഇതാണ്. നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തായാലും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ ജഡ്ജസ് ഓഫ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആർ എലക്റ്റഡ് ബൈ. ഓക്കെ, എങ്ങനെയാണ് ഇന്റർനാഷണൽ കോർട്ടിലെ ജഡ്ജസിനെ എലക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ജനറൽ അസംബ്ലി ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയ കൺഫ്യൂഷൻ, എവിടെ നിന്നാണ് ജനറൽ അസംബ്ലി ആണോ അല്ലെ സെക്യൂരിറ്റി കൗൺസിൽ ആണോ? പക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മനസ്സിലാവും ഓപ്ഷൻ 3 ആണ്. ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ ആണ് ഇന്റർനാഷണൽ കോർട്ടിൽ ജസ്റ്റിസുകളെ തെരഞ്ഞെടുക്കുന്നത്. സോ ഓപ്ഷൻ 3.